നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ആരാധനയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. അവൻ്റെ വാതിലുകൾ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. ആമേൻ. പ്രാർത്ഥിക്കാം. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വിശുദ്ധ ദിവസത്തിൽ അങ്ങയുടെ ആലയത്തിലായിരിക്കാൻ, അങ്ങേ ആരാധിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവമേ നന്ദി കരേറ്റുന്നു. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളോട് കൂടെയിരുന്നു. ഞങ്ങൾ അത്ഭുതകരമായിട്ട് വഴി നടത്തി ഈ ഒരു വിശുദ്ധ ദിവസത്തിലേക്ക് കൊണ്ടുപോകുന്നല്ലോ. ഞങ്ങൾ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി 111 ഗീതം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗീതം 111. ദൈവനിർമ്മിതങ്ങളൊക്കെ ശോഭയാർന്ന സൃഷ്ടികൾ. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയുള്ളവരെ,
ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും ദിവ്യ ചൊൽക്കുറികളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മോട് സമീപിച്ചു വന്നിരിക്കുന്ന ദൈവത്തോട് നാമം അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാലും നാം പാപം ചെയ്ത് പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധി നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരും ആണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നാം നമ്മുടെ പാപം ഏറ്റുപറയുക. നമുക്കെല്ലാവർക്കും ഇരിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നല്ലവരും വല്ലവരുമായിട്ട് കൂടെയിരുന്നു നമ്മെ പരിപാലിച്ച് വഴി നടത്തി ദൈവത്തിൻ്റെ കൃപകളെ നന്മകളെ അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും അകന്നു പോകുകയും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന വീഴ്ചകളെയും കുറവുകളെയും ഒക്കെ നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കാം. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ എല്ലാവിധമായിട്ടുള്ള പാപങ്ങളും ക്ഷമിക്കാൻ സന്നദ്ധനായിട്ടുള്ള ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാവിധമായിട്ടുള്ള കുറവുകളെയും എല്ലാവിധമായിട്ടുള്ള ബലഹീനതകളെയും എല്ലാവിധമായിട്ടുള്ള വീഴ്ചകളെയും നമുക്ക് ഏറ്റുപറയാം. ദുഷ്ടൻ്റെ നാശത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളത് എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാവിധമായിട്ടുള്ള കുറവുകളും ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് അല്പസമയം മൗനമായി ഏറ്റുപറയാം. അനുതാപ ഹൃദയത്തോടു കൂടി 9ാമത്തെ ഗീതത്തിൽ നമുക്ക് പങ്കുചേരാം. എഴുന്നു ഞാൻ, എഴുന്നു ഞാൻ. പടുസിന് പിറകിലുള്ള 4ാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സ്വർഗസ്വപിതാവേ, അരിഷ്ടപാപികളായ അടിയങ്ങൾ തിരുമ്പിൽ സങ്കടത്തോടെ സ്വീകരിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. നിങ്ങൾ തിരുക്കൽപ്പനകൾ പലപ്പോഴും പലവിധത്തിൽ ലംഘിച്ചിരിക്കുന്നു. അഗാധ വിചാരങ്ങളാലും വാക്കുകളാലും ക്രിയകളാലും പലവിധേന അവിശ്വാസം, നന്ദികേട്, ചതി എന്നിവയാലും വീണ്ടും പോലെ സഹോദരന്മാരെ സ്നേഹിക്കാതിരുന്നതിനാലും വളരെ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ന്യായവിധിക്ക് നിത്യമരണത്തിന് കൂടെ യോഗ്യരായി തീർന്നിരിക്കുന്നു. ഈ സകല പാപം നിമിത്തം ഞങ്ങൾക്ക് അനുതാപവും മനോവേദനയുമുണ്ട്. നിന്റെ കടങ്ങളെ കവിയുന്ന ദൈവകൃപയാൽ ഉണ്ടായി വന്നതും
യേശുക്രിസ്തു മുഖാന്തരം സാധ്യമായതുമായ വിലയേറിയ വീണ്ടെടുപ്പില്ലാതെ ഞങ്ങൾ യാതൊരു ആശ്വാസവും വഴിയും കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സർവ്വപാപയും സൗജന്യമായി ക്ഷമിച്ച് തിരുകൂട്ടായ്മ ഞങ്ങളെ ചേർത്ത് തിരുസേവ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശദീകരിക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. പാപത്തെ ഓർത്ത് യഥാർത്ഥമായി ദുഃഖിച്ച് പശ്ചാത്താപപ്പെടുന്നവരും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൽ നിർവ്യാജ്യം വിശ്വസിക്കുന്നവരും ആയുള്ളവരെ, മനസ്സും ജീവിതവും പുതുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും പാപമോചനമുണ്ടെന്ന് വിശുദ്ധ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആശ്വാസകരമായ സ്ഥിരവചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. സർവശക്തനായ ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയിട്ട് നമ്മുടെ അതിക്രമ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന തൻ്റെ വത്സലപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ സർവ്വപാപങ്ങളെയും ക്ഷമിച്ചു തരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിനും കൽപ്പനയ്ക്കും അനുസാരമായി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളുടെ സർവ്വപാപങ്ങളെയും മോചനത്തെ നിങ്ങളോട് അറിയിക്കുന്നു. എന്നാൽ അനുതാപം ഇല്ലാത്തവരും അവിശ്വാസികളും ആയവരുടെ പാപങ്ങൾ അവരിൽ നിർത്തിയിരിക്കുന്നു എന്നും അവർ മനസ്സ് തിരിയാത്ത പക്ഷം ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വസിക്കും എന്നുകൂടി അറിയിക്കുന്നത് നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും തിരുക്കൽപ്പന പ്രകാരവുമാകുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മനസ്സിലുള്ള പിതാവേ, ഞങ്ങളോട് സകല മനുഷ്യരോട് കാണിച്ചു വരുന്ന ദയാവാത്സല്യങ്ങൾക്കായി കൊള്ളരുതാത്ത ഞങ്ങൾ ഉള്ളഴിഞ്ഞ നന്ദി ഏറ്റവും താഴ്മയിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിച്ചു വരുന്നതിനും ഈ ആയുസ്സിൽ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിനും മീതെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത അമൂല്യ സ്നേഹം നിമിത്തവും തിരുവചന വിശുദ്ധ ചൊൽക്കുറികൾ യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കാനുള്ള തേജസ്സിൻ്റെ പ്രത്യാശ എന്നിവ ഞങ്ങൾക്ക് നൽകിയ നിമിത്തവും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ആമേൻ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ പരമാർത്ഥമായ നന്ദി കാണിപ്പാനും തിരുസേവയ്ക്കായി ഞങ്ങളെ മുഴുവനും സമർപ്പിച്ചും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും തിരുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ജീവിച്ചുകൊണ്ട് അതരങ്ങളാൽ മാത്രമല്ല നടപ്പിനാലും കൂടെ തിരുസ്തുതിയെ വർണ്ണിപ്പാനും തൃക്കാരണങ്ങൾ വേണ്ടവണ്ണം ബോധിപ്പാനായി ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതൊക്കെയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. വാഴ്ത്തപ്പെട്ട പുത്രന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സദാകാലവും സകല ബഹുമാന മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ സ്തോത്ര സങ്കീർത്തനങ്ങളിൽ 111 സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി നമുക്ക് ഏറ്റുപറയാം. സങ്കീർത്തനം 111, 217 പുറം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്. അവൻ തൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. ജാതിയുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ച് തൻ്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാവുന്നു. നമുക്ക് ചേർന്ന് വായിക്കാം. അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി 26-ാം ഗീതത്തിൻ്റെ 1ഉം 2ഉം ചരണങ്ങൾ പാടാം. 26-ാം ഗീതത്തിൻ്റെ 1ഉം 2ഉം ചരണങ്ങൾ. യഹോവയാം എൻ ദേവ വാഴുക, മഹോന്നത നിൻ മുൻപിൽ താഴുക. യഹോവയാം
സഭയ്ക്കിരിക്കാം. രണ്ടാം ഞായറായ ഈ വിശുദ്ധ ദിവസത്തേക്ക് വായ്പാ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെയും, പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയും. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെ. മോശെ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായി അപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ചു കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശെ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്ത്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനത്തെ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശെ ദൈവത്തോട്, ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്ന് ഞാൻ നിന്നെ അയച്ചതിന് അടയാളം ആകും എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. പുതിയ നിയമ വേദപാഠഭാഗം വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി നാം പാടിയ 26-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം പാടാം. 26-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം. പകൽ രാവുദയാസ്തമാനം സകല മാറ്റം നിൻ വിധാനം. Sana
സഭയ്ക്കിരിക്കും. പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അതുകണ്ട് അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവിടെ ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിച്ചവസാനിക്കുന്നു. മനസ്സിലുള്ള പിതാവായ ദൈവം തിരുവചനത്തിൽ തൻ്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാലും ക്രിസ്തുയേശുവിൽ നമ്മെ തൻ്റെ സമൃദ്ധിയായ കൃപകൾക്ക് അംശികളാകുവാൻ ക്ഷണിച്ചിരിക്കുകയാലും തന്നെയുള്ള വിശ്വാസം ഞാൻ പറയുന്നതിൻ്റെ പിന്നാലെയായി നിങ്ങളും സ്വീകരിച്ചു കൊള്ളുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം സ്വീകരിച്ച് ചൊല്ലാം. സ്വർഗങ്ങൾക്കും ഭൂമിക്കും സഖാവായി സർവശക്തനായി പിതാവായിരിക്കുന്ന ദൈവത്തിങ്കൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാനാൽ മറിയ എന്ന കനിയിൽ ഉൽപാദനായി ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടം അനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി, 3-ാം ദിവസം ഉയർത്തുന്നേറ്റു, സുകാരണമായി സർവശക്തിയിലെ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാവുന്ന ശുദ്ധ സാധാരണ സഭയിലും പാപമോചനത്തിലും ശരീരത്തോടെ ജീവിച്ചെഴുന്നേൽക്കുന്നതിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. സഭയോട് അറിയിപ്പാനായിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ പൊതു വഴിപാടായിട്ട് ലഭിച്ചത് 10,766 രൂപ. പൂർ ഫണ്ടിലേക്ക് ലഭിച്ചത് 1,600 രൂപ. ചർച്ച നീഡിലേക്ക് ലഭിച്ചത് 100 രൂപ. ജന്മദിന സ്വത്തദാനമായിട്ട് ലഭിച്ചത് 3,050 രൂപ. സൺഡേ സ്കൂൾ ഓഫറിംഗ് ആയിട്ട് ലഭിച്ചത് 515 രൂപ. 7/6/24 വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ സ്തോത്രയാഴ്ചയായിട്ട് ലഭിച്ചത് 520 രൂപ. അങ്ങനെ ആകെ 16,551 രൂപ. 29/5/2024 സ്പെഷ്യൽ കൺഫർമേഷന് സ്തോത്രയാഴ്ചയായിട്ട് ലഭിച്ചത് 990 രൂപ. 2/6/24 കഴിഞ്ഞ ആഴ്ചയിൽ ഓപ്ഷനായിട്ട് ലഭിച്ചത് 710 രൂപ. പതിവ് പോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 10:30 മണിക്ക് ഉപവാസ പ്രാർത്ഥനയും വൈകുന്നേരം 7 മണിക്ക് വെള്ളിയാഴ്ച കൂട്ടായ്മ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. കഴിയുന്ന എല്ലാവരും ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. ഇന്ന് അരി വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ അരി വിതരണത്തിലേക്ക് ഒരു സഹോദരി 2,000 രൂപ സംഭാവനയായിട്ട് നൽകുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരിയെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവരോടുള്ള നന്ദി സ്നേഹവും ഞാൻ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തെ അരി വിതരണത്തോടൊപ്പം തന്നെ മറ്റൊരു സഹോദരൻ അരി മേടിക്കുന്നവർക്ക് പഞ്ചസാര, ചായപ്പൊടി, പാൽപ്പൊടി എന്നിവ അടങ്ങിയ ഒരു ചെറിയ കിറ്റ് നൽകുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ സഹായം ചെയ്ത സഹോദരനോടും കുടുംബത്തോടുമുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഇന്ന് പരിസ്ഥിതി ദിനമായിട്ട്, പരിസ്ഥിതി ഞായറായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ഇന്നത്തെ ആരാധനയ്ക്ക് ശേഷം സൺഡേ സ്കൂൾ, യൂത്ത് ഫെലോഷിപ്പ്,
വിമൻസ് ഫെലോഷിപ്പ്, ഈ സംഘടനകളെല്ലാം തന്നെ നമ്മുടെ ചർച്ച് കോമ്പൗണ്ടിൽ വൃക്ഷത്തൈകൾ നടുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ ദിവസം നമ്മൾ ഓർക്കുന്നത്, ആചരിക്കുന്നത് നമ്മുടെ പ്രകൃതിയെ, പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ, അതിനെ കരുതുവാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്, നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് എന്ന ബോധം നമ്മളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ പരിസ്ഥിതിയെ സ്നേഹിക്കുവാനും കരുതുവാനും മുന്നോട്ട് കടന്നു വരണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഇന്നലെ മലപ്പുറം ഏരിയ യൂത്ത് ഫെലോഷിപ്പിൻ്റെ ഏരിയ വൺ ഡേ റൊട്ടേറ്റ് നടത്തപ്പെടുകയുണ്ടായി. മണിമൂളിൽ സഭയിൽ വെച്ചിട്ടാണ് അത് നടത്തപ്പെട്ടത്. ഈ ഒരു വൺ ഡേ റൊട്ടേറ്റിൽ നമ്മുടെ സഭയിലെ യൂത്ത് ഫെലോഷിപ്പ് അംഗങ്ങളും പങ്കെടുത്തു. മാത്രമല്ല, ഈ ഒരു വൺ ഡേ റൊട്ടേറ്റിനോട് അനുബന്ധിച്ച് അവിടെ നടന്ന ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മുടെ യുവജനങ്ങൾ 1-ാം സ്ഥാനം നേടിയിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ സമയത്ത് ദൈവനാമത്തിൽ അഭിനന്ദിക്കുന്നു. ആരാധനയ്ക്ക് ശേഷം അവരുടെ ട്രോഫി അവർക്ക് നൽകുന്നതായിരിക്കും. കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി അതിൻ്റെ ഫിനാൻസ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വരുന്ന മാസം 7/7/2024 നമ്മുടെ സഭ സന്ദർശിക്കുന്നതായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ സഭയിൽ സെമിനാരിയിൽ നിന്നും ഫാക്കൽറ്റി മെമ്പേഴ്സ് കടന്നു വരികയും നമ്മളുടെ സഭയിൽ നിന്ന് നല്ലൊരു സംഭാവന സെമിനാരിക്ക് വേണ്ടി നൽകുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. സഭാജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യം പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ജൂൺ 8 മുതൽ 15 വരെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഇൻ്റർനാഷണൽ പെന്തക്കോസ്റ്റൽ ആംഗ്ലിക്കൻ കമ്മീഷൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിനാൽ നമ്മുടെ ബിഷപ്പ് സ്ഥലത്തുണ്ടായിരിക്കില്ല എന്ന കാര്യം ഈ സമയത്ത് അറിയിക്കുന്നു. ബിഷപ്പിൻ്റെ അസാന്നിധ്യത്തിൽ ക്ലർജി സെക്രട്ടറി ആയിട്ടുള്ള റവറൻഡ് ജേക്കബ് ഡാനിയൽ അച്ഛൻ ബിഷപ്സ് കമ്മീസറി ആയിട്ട് നിയമിതനായിരിക്കുന്നു എന്ന കാര്യവും സഭയെ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ഇവാഞ്ചലിൻ മീരാബായി നമ്പ്രത്ത്, അജീഷ് പ്രകാശ് കുമാർ ചിറക്കൽ, അനൂപ് സന്തോഷ് കുമാർ ചിറക്കൽ, ജാനറ്റ് ബേബി അമേങ്കര, ആൽബിൻ സാമുവൽ പന്താരത്തിൽ, ബെന്നി പെരുന്തലായിൽ, ഡഗ്ലസ് പ്രമോദ് കുമാർ തൊട്ടിപ്പറമ്പിൽ, ഗോഡ്ഫ്രഡ് ജയരാജൻ പരഞ്ചോതി, അനി എബ്രഹാം പരങ്ങത്ത്, അലൻ സനൽ പുതിയേടത്ത്, ഷേളി ബിയാട്രീസ് പന്താരത്തിൽ, സജിത രഞ്ജിത്ത് കാരാട്ട്, ഷിബി YS വിളയിൽ, ആൻ എമി ഗ്രേസ് വിളയിൽ, റിയാൻ റിജേഷ് പല്ലാറ്റ്, സനൽ ഹാരിസൺ പരങ്ങത്ത്, റിയ ജെസി സാമുവൽ പയപ്പ, ഇയോണ സജീവ് മണ്ണാമ്പറമ്പിൽ, ആഷിക ടെറൻസ് മുതിരവളപ്പിൽ, വിജി സുകുമാരൻ അന്തുരുവളപ്പിൽ, ജീവിത ആൻ്റണി കാഞ്ഞിരത്തിങ്കൽ, സത്യദാസൻ ആരിസൺ മണ്ണാമ്പറമ്പിൽ, റിജോ റിയൂഷ് സൈമൺ ആന്തുരുവളപ്പിൽ, സജയ് പോൾ കുന്നംകോടി, ജെനി പ്രവീൺ കളരിക്കൽ, റിജോയ് ഹെൽമൻ നമ്പ്രത്ത്. ഇന്ന് ജന്മദിനം കൊണ്ടാടുന്നത് സജിൻ ജോൺ പുതുപ്പറമ്പിൽ, ആൻവിയ ജിതിൻ പോൾ പണ്ടാറപ്പറമ്പിൽ. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ വിവാഹ വാർഷികം കൊണ്ടാടിയവരെയും മറ്റ് പലവിധമായിട്ട് ദൈവകൃപകൾ അനുഭവിച്ചവരെയും നമുക്ക് ഈ സമയത്ത് ദിവസത്തിൽ ഓർക്കാം. 29-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം, നോക്കുന്നു കണ്ണുകളെല്ലാം കർത്താവെ നിഗ്രഹിക്കുക. Hallelujah.
ഞങ്ങളുടെ ജീവന്റെ നാഥനും ജീവന്റെ പരിപാലകനുമായ സ്വർഗീയ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ സഭയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം നല്ലവരും വല്ലവരുമായിട്ട് കൂടെയിരുന്നു, അതിശയമായിട്ട് വഴി നടത്തി. കർത്താവ് ഒരു പുതിയ വർഷത്തിലേക്ക് അനുഗ്രഹിച്ച് കൊണ്ടുവന്നു. കർത്താവെ, അങ്ങയുടെ കൃപകൾ എത്ര വലിയതായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഈ പുതിയ വർഷത്തിലും പ്രിയപ്പെട്ട മക്കൾ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാവിധമായിട്ടുള്ള നന്മകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കുമാറണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ പുതിയ വർഷം പ്രിയമക്കളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഒരു വർഷമാക്കി തീർക്കണമേ. കർത്താവെ, വിവാഹ വാർഷികം കൊണ്ടാടിയവരെയും ഞങ്ങൾ ഈ സമയത്ത് ദിവസത്തിൽ ഓർക്കുന്നു. കുടുംബമായിട്ട് ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു വരുവാൻ സഹായിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നൽകിയ കൃപകളെ, നന്മകളെ അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആയിരിക്കാൻ അവിടുന്ന് സഹായിച്ചുവല്ലോ. ഈ പുതിയ വർഷത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വർഗീയമായിട്ടുള്ള സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ പങ്കിട്ടുകൊണ്ട് ജീവിക്കാൻ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ. പലവിധമായിട്ടുള്ള ദൈവകൃപകൾ, നന്മകൾ അനുഭവിച്ചുകൊണ്ട് കർത്താവേ, അങ്ങയുടെ സന്നിധി നന്ദിയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നിങ്ങളെല്ലാവരുടെ കൂടെയും ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വഴിപാടുകളെ ദിവസത്തിൽ സമർപ്പിക്കുമ്പോൾ 309 ഗീതം പാടാം. ഗീതം 309. യേശു കർത്താവേ, വിശുദ്ധൻ രാജാവേ.
നമുക്ക് ഈ വഴിപാടുകളെ ദിവസത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, എല്ലാ നിലധാനോടെ ഇവരോടമായ സ്വർഗീയ പിതാവേ, ഇപ്പോൾ അർപ്പിച്ചിരിക്കുന്ന ഈ എളിയ കാഴ്ചയെ വിശദീകരിച്ച് സുഗ്രാഹ്യമായ യാഗമായി സ്വീകരിച്ച് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഓരോരുവനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് അരുളിച്ചെയ്തിരിക്കുക. നമുക്ക് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് സഭയ്ക്ക് പ്രതിവാക്യമായി പറയാം. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ. സാർവത്രിക തിരുസഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവേ, പ്രിയപുത്രനെ വിചാരിച്ച് തിരുസഭയെ കൃപയോടെ കടാക്ഷിക്കണമേ. തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി, നിർമ്മലത എന്നിവയെ കാത്തുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നൽകി തിരുസഭയുടെ സാക്ഷ്യം സഫലമാക്കണമേ. എല്ലാവർക്കും വിശ്വാസവും മാനസാന്തരവും നൽകുകയും ഇസ്രായേലിൻ്റെ ചീർപ്പായ ആടുകളെ ചേർത്ത് കൊള്ളുകയും ചെയ്യണമേ. ഞെരുക്കത്തിലും പീഡനങ്ങളിലും ഇരിക്കുന്ന സഭകളെ ഞങ്ങൾ പ്രത്യേകമായും തിരുമുമ്പിൽ ഓർക്കുന്നു. ആ സഭകൾക്ക് ജ്ഞാനവും പരവും ലോകത്തെ ജയിക്കുന്ന ജയമായ വിശ്വാസവും നൽകണമേ. ആമേൻ. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ എല്ലാ മിഷൻ സംഘങ്ങളെയും സഭകളെയും ഐക്യസഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയുടെ മൂപ്പയോങ്ങളെയും പരിപാലക സംഘങ്ങളെയും സുന്നഹദോസിനെയും തിരുസേവയിലുള്ള എല്ലാ ശുശ്രൂഷകന്മാരെയും പ്രവർത്തകന്മാരെയും പരിശുദ്ധാത്മാനാൽ നടത്തണമേ. ആമേൻ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. എല്ലാ ഭവനങ്ങളും കുടുംബങ്ങളും സമാധാനത്തിലും ഐക്യത്തിലും ഇരുപ്പാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും പോറ്റി വളർത്തുവാൻ ഏർപ്പെട്ടിട്ടുള്ള പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ മനസ്സ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ സത്യത്തിലേക്ക് നടത്തണമേ. അനാഥർ, വിധവന്മാർ, അഗതികൾ, പീഡിതർ എന്നിവരെ കാത്തു പുലർത്തണമേ. രോഗികൾക്കും വയോവൃദ്ധന്മാർക്കും മരണം അടുത്തവർക്കും സമീപസ്ഥനാകണമേ. ആമേൻ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. കൃപാനിധിയായ ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ മേലധികാരികളായ എല്ലാ ഭരണകർത്താക്കന്മാരെയും തൃക്കാവിലും കൃപയിലും പരമേൽപ്പിച്ചു കൊള്ളുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരെ പരിപാലിച്ച് നടത്തണമേ. അധികാരസ്ഥന്മാരായ എല്ലാവർക്കും പക്ഷപാതം കൂടാതെ നീതിയോടെ ഞങ്ങളെ ഭരിപ്പാൻ ജ്ഞാനവിവേകം നൽകണമേ. ഞങ്ങളുടെ ഭാരതഖണ്ഡത്തെയും അതിലുള്ള നിവാസികൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരിലും കരുണയും സത്യവും സമാധാനവും നിലനിന്നു പോരുവാൻ തുണയ്ക്കണമേ. ആമേൻ. രോഗികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ള രോഗാവസ്ഥയിൽ കഴിയുന്നവരെയും വാർദ്ധക്യ സഹജമായിട്ടുള്ള ക്ഷീണങ്ങളിൽ ആയിരിക്കുന്നവരെയും നമുക്ക് ഈ സമയത്ത് ഓർക്കാം. രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും ഓർത്തുകൊള്ളണമേ. അവർ തങ്ങൾക്കുള്ള ഭാരം ക്ഷമയോടെ വഹിപ്പാനും പൂർണ്ണമായി ദിവ്യ കൈകളിൽ ആശ്രയിപ്പാനും തിരുസാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും കൃപ ചെയ്യണമേ. മരണത്തിന് നീക്കം വന്ന് വിലാപവും കരച്ചിലും ദുഃഖവും തീർന്ന് നീ ഞങ്ങളുടെ സകല കണ്ണുനീരും തുടച്ചു കളയുന്ന നാൾ വേഗം വരുത്തണമേ. ആമേൻ. ദൂരസ്ഥരായ മിത്രങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളുമായി സ്നേഹബാന്ധവത്തിലായിരിക്കുന്ന എല്ലാവരെയും തിരുക്കരുണാക്കാവലിൽ പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ അംഗങ്ങളായി ഞങ്ങളിൽ നിന്നും അകന്ന് ദൂര രാജ്യങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരുടെ മധ്യേ സന്നിധാനം ചെയ്യണമേ. തിരുകൂട്ടായ്മ തകർന്നിരിപ്പാൻ അവരാരെയും സമ്മതിക്കാതെ ധന്യവും പരിശുദ്ധവുമായ തിരുസംസർഗത്തിൽ ഞങ്ങളോടൊന്നിച്ച് അവരെയും കാത്തു സൂക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
ലോകസമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സകല മനുഷ്യരുടെ ഹൃദയത്തിൽ സമാധാനത്തിനായുള്ള ഉണ്മയായ ആകാംക്ഷ ഉജ്ജ്വലിപ്പിക്കണമേ. ഭൂമിയിലെ സകല വംശങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി കൂടിയാലോചിക്കുന്ന എല്ലാവരെയും നിർമ്മലവും സമാധാനപരവുമായ ദിവ്യജ്ഞാനത്താൽ വഴി നടത്തണമേ. യുദ്ധ മത്സരങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവസ്നേഹത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് സർവ്വഭൂമിയും നിറയുമാറാക്കണമേ. ആമേൻ. ഒടുവിലായി നമ്മുടെ മരണനാഴികയും നാം ഓർക്കുക. വിശുദ്ധ ദൂതന്മാർ ഞങ്ങളുടെ ചുറ്റും പാളയം ഇറങ്ങി. ഇപ്പോൾ ശിവമാർഗത്തിനും പിന്നീട് ഞങ്ങളുടെ മരണനാഴികയിൽ ഞങ്ങളെ കാത്തുകൊള്ളുന്നതിന് സഹായിക്കണമേ. മഹാകാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിനയമായി യാചിക്കുന്നത് കേൾക്കണമേ. ആമേൻ. വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി 326 ഗീതത്തിൻ്റെ 1, 2, 4 ചരണങ്ങൾ പാടാം. 326 ഗീതത്തിൻ്റെ 1, 2, 4 ചരണങ്ങൾ. നെഞ്ചേ എന്ത് വിഷാദം കേട്ടോ പക്ഷി നിദാദം. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം മൗനമായി നിന്ന് ദൈവത്തെ വാഴ്ത്തി പരിശുദ്ധാത്മാ മുഖാന്തരം സകല സത്യത്തിലും വഴി നടത്തുക. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ ആലയത്തിലായിരിക്കാൻ, കർത്താവെ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് കർത്താവെ ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങൾ വായിക്കുന്നു. ഈ സൃഷ്ടിയോട് ഒരുമിച്ച് കർത്താവെ അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഈ പരിസ്ഥിതി ദിനത്തെ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ദൈവം നന്ദി കരേറ്റുന്നു. അങ്ങയിൽ
അങ്ങേ ശരണപ്പെട്ടുകൊണ്ട് ചെയ്യുവാൻ കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരുന്ന എല്ലാ സ്വർഗീയമായിട്ടുള്ള നന്മകളും കർത്താവെ നന്ദിയോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കാൻ ഞങ്ങൾ സഹായിക്കണമേ. അല്പസമയം കർത്താവിന്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ഒരു വിശുദ്ധ ദിവസം കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവം നമ്മെ സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആധാരവചനം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം പ്രതാപനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങിയ സുഖത്ത് നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവനോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. കർത്താവായ ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുകയാണ്. പരിസ്ഥിതി ഞായറായിട്ട് ഇന്ന് നാം ആചരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഗുരുതരമായിട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയിലെ വിഭവങ്ങളെ മാക്സിമം ചൂഷണം ചെയ്യുന്ന ഒരു രീതി ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മരങ്ങൾ, കാടുകൾ, പ്രകൃതിയിലുള്ള ധാതു വിഭവങ്ങൾ, നമ്മുടെ പ്രകൃതിയിലെ ജന്തുക്കളുടെ ആവാസ വ്യവസ്ഥയെ ഒക്കെ തകിടം മറിക്കുന്ന രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മനുഷ്യർ. ഇന്ന് നമ്മുടെ ലോകത്തിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് നോക്കുന്ന സമയത്ത് പല ജന്തുക്കളും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് ഈ പ്രകൃതിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ഈ പ്രകൃതിയെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ധാരാളം ജന്തുക്കളെയും മൃഗങ്ങളെയും മനുഷ്യർ തന്നെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരെ നശിപ്പിച്ചു എന്നത് വലിയ ഒരു സത്യമാണ്. കൂടാതെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം വളരെ മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു പരിസ്ഥിതി പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. വളരെ നിസ്സാരമായിട്ട് എടുത്താൽ തന്നെ ഇന്നും പലപ്പോഴും പല മരങ്ങളും പല വൃക്ഷങ്ങളും ഒക്കെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാടുകളും വനങ്ങളും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു.
ജന്തുക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. മത്സ്യങ്ങൾ ഇന്ന് കാണുവാനില്ല. അങ്ങനെ ഇന്ന് പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ആപത്തിലേക്ക് നമ്മുടെ പ്രപഞ്ചം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഇന്ന് മനുഷ്യൻ അവൻ എല്ലാ രീതിയിലും അഡ്വാൻസ്ഡായി, അവൻ്റെ ടെക്നോളജി നന്നായിട്ട് വളർന്നു പന്തലിച്ചു. ഇതൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നുവെങ്കിലും ഇന്നത്തെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി പലപ്പോഴും നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതിനും പ്രകൃതിയെ ഇല്ലാതാക്കുന്നതിനും ആയിട്ട് കൂടി ഇന്ന് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ മഴ കൂടുന്ന സമയത്ത് നമ്മുടെ പാടശേഖരങ്ങളിൽ പണ്ട് കണ്ടിരുന്ന പല മീനുകളും ചെറിയ ജന്തുക്കളായിട്ടുള്ള ഞണ്ടുകൾ, ഞൗഞ്ഞുകൾ ഇതൊന്നും ഇന്ന് കാണാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് മനുഷ്യർ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ, കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് അത്യാധുനികമായിട്ട് ഉപയോഗിക്കുന്ന രാസവളങ്ങൾ ഇത്തരത്തിലുള്ള ജലജീവികളെ നശിപ്പിക്കുന്നതിന് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ഏറ്റവും ടെക്നോളജിയോട് കൂടിയിട്ടുള്ള മത്സ്യബന്ധനം, അതും ഇത്തരത്തിലുള്ള ചെറിയ മത്സ്യങ്ങളെ നശിപ്പിക്കുന്നതിന് ഇടയായി തീർന്നു. ഇതെല്ലാം ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങളെ നമുക്ക് ഇന്ന് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ്റെ അധാർമികമായിട്ടുള്ള, അവൻ്റെ അത്യാഗ്രഹത്തോട് കൂടിയിട്ടുള്ള ഈ പ്രപഞ്ചത്തിലുള്ള ഇടപെടൽ ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുചെന്ന് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. ഇന്നത്തെ പലവിധമായിട്ടുള്ള പ്രതിഭാസങ്ങൾ നമുക്കറിയാം. ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം ഇന്ന് ലോകം നേരിടുന്ന ഒരു വലിയ പരിസ്ഥിതി പ്രശ്നമാണ്. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ലോകം നേരിടുന്ന മറ്റൊരു വലിയ പരിസ്ഥിതി പ്രശ്നമാണ്. ഹാബിറ്റേറ്റ് ലോസ്, അതായത് പല ജന്തു ജീവജാലങ്ങളും അവരെ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥ നശിച്ചുകൊണ്ടിരിക്കുകയും അതുമൂലം അത്തരത്തിലുള്ള ജന്തു ജീവജാലങ്ങൾ വംശനാശ ഭീഷണിയിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥകൾ. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് പ്രപഞ്ചം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ പ്രകൃതിയോട് വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോകം ആദ്യമായിട്ട് എൻവയോൺമെൻ്റൽ ഡേ ആചരിച്ചത് 1972 അത് യുണൈറ്റഡ് നേഷൻസിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ദിവസം ആചരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതുവരെയും ഈ പരിസ്ഥിതിയെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെയാണ് മനുഷ്യർ പോയിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പരിസ്ഥിതിയെക്കുറിച്ചുള്ളൊരു വലിയ ബോധം അവർക്കുണ്ടായത് 1859 ചാൾസ് ഡാർവിൻ്റെ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നൊരു ബുക്ക് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നാണ് ഈ പ്രകൃതിയും ജീവജാലങ്ങളും തമ്മിലുള്ള ആഴമേറിട്ട ബന്ധത്തെക്കുറിച്ച് മനുഷ്യർ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. അതായത് എങ്ങനെയാണ് ഒരു എക്കോസിസ്റ്റത്തിൽ ജന്തുജാലങ്ങൾ അല്ലെങ്കിൽ എല്ലാവിധമായിട്ടുള്ള ജീവജാലങ്ങളും ഒരു എക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ് അത് നിലനിൽക്കുന്നത്, അതെങ്ങനെയാണ് അതിജീവിക്കുന്നത്, അതെങ്ങനെയാണ് വളരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായിട്ടുള്ള പഠനങ്ങൾ ഡാർവിൻ്റെ ഈ പുസ്തകത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ജന്തു ജീവജാലങ്ങളും ഓരോ ഇക്കോസിസ്റ്റത്തിലാണ് വളരുന്നത് എന്ന ഒരു പഠനമുണ്ടായി. മാത്രമല്ല ഓരോ ജന്തു ജീവജാലങ്ങളും ഒരു ഇക്കോസിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു ഇക്കോസിസ്റ്റത്തിലേക്ക് മാറുന്ന സമയത്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾ അവർ ഉൾക്കൊള്ളുന്നു. അഡാപ്റ്റേഷൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് പല മാറ്റങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് മറ്റൊരു രീതിയിലേക്ക് മാറുന്നു. നമുക്ക് പ്രകൃതിയിൽ അത് കാണുവാനായിട്ട് സാധിക്കും. ഹിമകരടിയും സാദാ കരടിയും നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സൈബീരിയൻ കടുവയും സാദാ ബംഗാൾ കടുവയും നമ്മൾ നോക്കുന്ന സമയത്ത് അവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷികളിലാണെങ്കിലും മൃഗങ്ങളിലാണെങ്കിലും ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥ എങ്ങനെയാണ് അതിനെ മാറ്റിമറിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ആവാസ വ്യവസ്ഥ തന്നെ മുഴുവനായിട്ട് മാറുന്ന സമയത്ത് ഈ ഇക്കോസിസ്റ്റം നഷ്ടപ്പെടുകയും ആ ജീവജാലങ്ങൾ നശിക്കുകയും ചെയ്യും എന്നുള്ള ഒരു വലിയ പഠനം ഡാർവിൻ്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആണ് പിന്നീട് മനുഷ്യർ
തങ്ങളുടെ നിലനിൽപ്പ് എന്താണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് തുടങ്ങിയത്. കാരണം ഈ പ്രപഞ്ചമാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിന് നിദാനമായിട്ടുള്ളത്. ഈ ഒരു എക്കോസിസ്റ്റത്തിലാണ് അവരും ജീവിക്കുന്നത്. അവർക്കും ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവരും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വലിയ ചിന്ത മനുഷ്യന് ഉണ്ടായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ എക്കോസിസ്റ്റത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് മനുഷ്യർ വരികയാണ് ചെയ്തത്. അതുവരെ മനുഷ്യർ എല്ലാറ്റിൻ്റെ മേലും ഒരു ആധിപത്യ മനോഭാവത്തോട് കൂടിയിട്ടാണ് പെരുമാറിയത്. നമുക്കറിയാം, ഒരു 19-ാം നൂറ്റാണ്ട് വരെ എങ്ങനെയാണ് മനുഷ്യർ ഈ ഭൂമിയോട് ഇടപെട്ടത്. അതിപ്പോൾ ഓരോ സാമ്രാജ്യങ്ങളാണെങ്കിലും ഭരണകൂടങ്ങളാണെങ്കിലും ഈ പ്രപഞ്ചത്തോട്, പ്രപഞ്ചത്തിലുള്ള ആവാസ വ്യവസ്ഥയോട്, അതിലുള്ള ധാതു വിഭവങ്ങളോട് അവർ ഇടപെട്ടത് വളരെ ക്രൂരമായിട്ടാണ്, അത്യാഗ്രഹത്തോട് കൂടിയിട്ടായിരുന്നു. എന്തിനേയും മാക്സിമം കൊള്ളയടിക്കുക, മാക്സിമം അതിന്ന് ഊറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരൊറ്റ ചിന്തയോട് കൂടിയിട്ട് ഇതിൻ്റെ എല്ലാം യജമാനൻ, എല്ലാറ്റിൻ്റെയും മാസ്റ്റർ ഞങ്ങളാണ് എന്നുള്ള ഒരു അഹങ്കാരത്തോട് കൂടിയിട്ടാണ് എല്ലാവരും, അല്ലെങ്കിൽ മനുഷ്യൻ അതുവരെ ഈ പ്രപഞ്ചത്തോട് ഇടപെട്ടത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ 19-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ചിന്തകൾക്ക് മാറ്റം വന്നു. ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഒരു വലിയ ബോധ്യം ഉണ്ടായി. ഇത് നമ്മൾ വായിച്ചു കേട്ട വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തെ അധികരിച്ചുകൊണ്ട് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്ന ഒരു പുതിയ ആശയത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ദൈവം, നമ്മൾ വേദപുസ്തകം പഠിക്കുന്ന സമയത്ത്, ദൈവം സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ഈ പ്രപഞ്ചം എന്തായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് പാഴും ശൂന്യവുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഡിസോർഡർ ആയിട്ടാണ് കിടന്നിരുന്നത്. ഇപ്പം നമ്മൾ പണ്ട് ചിന്തിക്കേണ്ടായിരുന്നു, ദൈവം വെളിച്ചമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവനാണ്. ദൈവം എപ്പോഴാണോ തൻ്റെ മുഖത്തെ തിരിച്ചത്, തൻ്റെ സാന്നിധ്യം ഇല്ലാതായത്, അപ്പോഴാണ് ഈ പ്രകൃതിയിൽ നാശമുണ്ടായത്, പ്രകൃതിയിലെ ജീവൻ നഷ്ടപ്പെട്ടത്. എന്നാൽ ദൈവം തൻ്റെ മുഖത്തെ, തൻ്റെ സാന്നിധ്യത്തെ ഈ പ്രകൃതിയിലേക്ക് നൽകുമ്പോഴാണ് പ്രകൃതിയിലേക്ക് ജീവൻ ഉണ്ടാകുന്നത്, അത് ഓർഡറിലേക്ക് വരുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടായി. അപ്പോൾ പാഴും ശൂന്യവുമായിരുന്ന ഇടത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വരികയും ദൈവം അവിടെ തൻ്റെ ക്രിയേഷൻ ആരംഭിക്കുകയും ചെയ്യുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ ക്രിയേഷനെയാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ആ ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്നത്, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്നതും, എന്നാൽ ഈ പ്രപഞ്ചത്തിന് ഒരു വീഴ്ചയുണ്ടായി എന്നതാണ്. അതിൽ ഒരു കാരണക്കാരനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനിലൂടെ ഉണ്ടായ വീഴ്ച ഈ പ്രപഞ്ചത്തിൻ്റെ നാശത്തിന് കാരണമായി തീർന്നു എന്നും, എന്നാൽ ആ പ്രപഞ്ചത്തിൻ്റെ വീണ്ടെടുപ്പ് ദൈവം തന്നെ ഒരുക്കി, അതിനുവേണ്ടി കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുമുള്ള ഒരു സുവിശേഷമാണ് നമുക്ക് വേദപുസ്തകത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ പ്രകൃതിയോട് കൂടെയാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മനുഷ്യൻ്റെ രക്ഷ എന്ന് പറയുന്നതും ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് വേദപുസ്തകം വളരെ ആഴത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ പ്രകൃതിയോട് കൂടെയാണ്, പ്രകൃതിയെ സൃഷ്ടിച്ചിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ ഈ പ്രകൃതി നാശത്തിലേക്ക്, വീഴ്ചയിലേക്ക് പോയി. എന്നാൽ ഈ വീഴ്ചയിലേക്ക് പോയ ഈ പ്രപഞ്ചത്തെ, ഈ മനുഷ്യനെ വീണ്ടെടുക്കുന്ന സമയത്തും വീണ്ടും ദൈവം ഈ പ്രകൃതിയെ കൂടെ രൂപാന്തരപ്പെടുത്തുകയാണ്, ഈ പ്രകൃതിയെ കൂടെ ദൈവം പുതുക്കുകയാണ്. അതാണ് നമ്മൾ അവസാന ഭാഗം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ പുതിയ ഭൂമിയും പുതിയ ആകാശവും, ഇതൊരു രൂപാന്തരം പ്രാപിച്ച ഒരു അവസ്ഥയിലേക്ക് ഈ ഭൂമിയെ ദൈവം മാറ്റുന്ന ഒരു അനുഭവത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എക്കോളജി എന്ന് പറയാറുണ്ട്. എക്കോളജി എന്ന് പറയുന്ന വാക്ക് ഉടലെടുത്തത് ഒയ്ക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഒയ്ക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഭവനം എന്നാണ്. ഇപ്പോൾ ഈ ഒയ്ക്കോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് പദത്തിൽ നിന്ന് മറ്റു പല പദങ്ങളും ഉണ്ടായിട്ടുണ്ട്. എക്കണോമി എന്നൊക്കെ പറയുന്ന പദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒയ്ക്കോസ് എന്ന് പറയുന്നത് ഭവനം എന്നാണ്. അതിൽ നിന്നാണ് ഇക്കോളജി അല്ലെങ്കിൽ ഈ പരിസ്ഥിതി എന്ന് പറയുന്ന വാക്ക് വരുന്നത്.
ഇപ്പോൾ നമ്മുടെ ഭവനം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയാണ്, ഈ പ്രപഞ്ചമാണ് നമ്മുടെ ഭവനം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഭവനത്തിൻ്റെ ഉടയവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ദൈവമാണ്. ദൈവമാണ് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ. ദൈവം നമ്മെ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ച്, നമുക്കറിയാം സൃഷ്ടി എങ്ങനെയാണ് നടത്തിയത് എന്ന്. ഇപ്പോൾ എല്ലാ ചരാചരങ്ങളെയും എല്ലാറ്റിനെയും സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനുണ്ടാക്കിയത്. ഇപ്പോൾ സൃഷ്ടിയുടെ ഉടയവൻ എന്ന് പറയുന്നത് ദൈവമാണ്. അതിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയ മനുഷ്യൻ അവൻ്റെ ദുഷ്ടത കൊണ്ട് ഈ സമ്പത്തുകളെല്ലാം നശിപ്പിച്ചു എന്നുള്ളതാണ്. ഈ സമ്പത്തുകളെല്ലാം അവൻ കൊള്ളയടച്ചു. അങ്ങനെ ഈ തകർക്കപ്പെട്ട, അല്ലെങ്കിൽ ഈ മനുഷ്യനാൽ ഉപദ്രവിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിൻ്റെ രൂപാന്തരമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന ആശയത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം നമുക്ക് നൽകുന്നത്. രണ്ടാമതായിട്ട് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ ജെറുസലേം, പുതിയ യെരുശലേം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പുതിയ യെരുശലേം എന്താണ്? പഴയ യെരുശലേമിൻ്റെ പ്രശ്നം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത്, പഴയ യെരുശലേം എന്ന് പറയുന്നത് എല്ലാവിധമായിട്ടുള്ള ദുഷ്ടതയും തിന്മയും നിറഞ്ഞ ഒരു അവസ്ഥയാണ്. അതായത് അന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വെളിപ്പാട് പുസ്തകം എന്താണ് അതിൻ്റെ എഴുതപ്പെടാനുണ്ടായ സാഹചര്യം. അത് റോമൻ സാമ്രാജ്യത്തിന് പീഡനമായിരുന്നു അന്നത്തെ വെളിപ്പാട് പുസ്തകം എഴുതപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്. എന്നാൽ ആ സാഹചര്യം എന്ന് പറയുമ്പോൾ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ പീഡനത്തിൻ്റെ അവസ്ഥയിൽ അത് എഴുതുമ്പോൾ തന്നെ അതിനെ യുഗാന്ത്യപരമായിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിൻ്റെ അന്ത്യവുമായിട്ടുള്ള ഒരു ദർശനം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ദുഷ്ടത നിറഞ്ഞ റോമൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള അധികാര മനോഭാവം, അഹങ്കാരം, എല്ലാവരെയും കൊള്ളയടിക്കുക, എല്ലാവരെയും ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരെയും നശിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ക്രൂരതയാണ് പഴയ യെരുശലേം പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെ എല്ലാവിധമായിട്ടുള്ള തിന്മ നിറഞ്ഞ, മനുഷ്യൻ്റെ അഹങ്കാരം നിറഞ്ഞ, മനുഷ്യൻ്റെ അത്തരത്തിലുള്ള അത്യാർത്ഥി നിറഞ്ഞ എല്ലാ ഭാവത്തെയും ഉൾക്കൊള്ളുന്നതാണ് പഴയ യെരുശലേം എന്ന് പറയുന്നത്. എന്നാൽ പുതിയ യെരുശലേം എന്ന് പറയുമ്പോൾ അത് ഒരു ദൈവത്തിൻ്റെ നീതി ഉൾക്കൊള്ളുന്ന, ദൈവത്തിൻ്റെ സമാധാനം ഉൾക്കൊള്ളുന്ന, എല്ലായിടത്തും ശാന്തിയും സമാധാനവും ദൈവത്തിൻ്റെ ശാലവും നിലനിൽക്കുന്ന ഒരു അനുഭവമാണ് പുതിയ യെരുശലേം എന്ന് പറയുന്നത്. ഇതൊരു പുതിയ സമൂഹത്തെ, പുതിയ വ്യവസ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാറ്റിനെയും കരുതുന്ന, എല്ലാ സുസ്ഥിതിയും നിറഞ്ഞ ഒരു അനുഭവത്തിൽ സന്തോഷവും സമാധാനവും, അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം യാതൊരു പരസ്പര സ്പർദ്ധയുമില്ലാതെ, പരസ്പര ആക്രമണമില്ലാതെ, ആരെയും ദ്രോഹിക്കാതെ സമാധാനത്തോടും സന്തോഷത്തോടും ദൈവാനുഭവത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവമാണ് ഈ പുതിയ യെരുശലേമിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ന്യൂ കമ്മ്യൂണിറ്റിയാണ്. യഥാർത്ഥത്തിൽ യേശു പറയുന്നത് നിങ്ങൾ ദൈവരാജ്യ സമൂഹമാണ് എന്ന് പറയുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഒരു ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നതും ഒരു ക്രിസ്തീയ സഭ എന്ന് പറയുന്നതും ഒക്കെ ഈ ദൈവരാജ്യത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. ഈ ലോകത്തിൽ ദൈവരാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യത്തെ നൽകുന്ന ചെറിയ കൂട്ടമാണ് ഒരു സഭ എന്ന് പറയുന്നത്. ഇപ്പോൾ യുഗാന്ത്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ദുഷ്ടതയെല്ലാം നശിക്കും. ഈ തിന്മ നിറഞ്ഞ എല്ലാവിധമായിട്ടുള്ള അധികാര സ്ഥാനങ്ങളും ഇല്ലാതെയായിത്തീരും. അവിടെ ഈ ദൈവരാജ്യത്തിൻ്റെ, ക്രിസ്തു സഭയുടെ പൂർണ്ണത ദർശിക്കും. അവിടെ എല്ലാവിധമായിട്ടുള്ള സമാധാനവും സന്തോഷവും സുസ്ഥിതിയും നിറഞ്ഞു നിൽക്കുന്ന അനുഭവം ഉണ്ടാകും എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യത്തെ ഈ ലോകത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കുക, അതിനെ കരുതുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട് ദ കൺസെപ്റ്റ് ഓഫ് ടാബർനാക്കിൾ ഓഫ് ഗോഡ് വിത്ത് മാൻ, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടൊപ്പമുള്ള ദൈവത്തിൻ്റെ കൂടാരം എന്നതാണ്. ഇതൊരു പഴയ നിയമത്തിലുള്ള കൺസെപ്റ്റാണ് എന്ന് നമുക്കറിയാം. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവൻ ഇമ്മാനുവേലാണ് എന്ന് പറയുന്നുണ്ട്.
ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലാണ്. ഇപ്പം ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന അനുഭവം കൂടി ഈ ദൈവരാജ്യത്തിൻ്റെ ആ ഒരു ചിന്തയിലുണ്ട്, ഭാവനയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ അലക്സാണ്ടർ ചക്രവർത്തി അവർ മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറയുന്നത് ഏക ലോകം, ഏക നേതൃത്വം എന്നതാണ്. അല്ലെങ്കിൽ വൺ റൂൾ വൺ വേൾഡ് എന്നതായിരുന്നു അവർ പറഞ്ഞ വാക്യം, മുദ്രാവാക്യം എന്ന് പറയുന്നത്. എല്ലാം, ഈ ലോകം മുഴുവൻ എൻ്റെ കയ്യിൽ അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒക്കെ നിയന്ത്രണം വേണം എന്നാണ് അലക്സാണ്ടർ ചക്രവർത്തി ആഗ്രഹിച്ചത്. അലക്സാണ്ടർ ചക്രവർത്തി ശേഷം റോമൻ ഭരണം വന്ന സമയത്തും അവരും ആഗ്രഹിച്ചത് അതാണ്. ഞങ്ങളുടെ ഭരണം എല്ലായിടത്തും എന്നതായിരുന്നു അവരും ആഗ്രഹിച്ചത്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ആധിപത്യം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുക, അവൻ്റെ ആധിപത്യത്തിന് കീഴിലാക്കുക എന്നതാണ് ഈ നൂറ്റാണ്ടുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് വന്ന നൂറ്റാണ്ടുകളിലേക്ക് പിന്നീട് നമ്മൾ ഓരോ കടക്കുന്ന സമയത്ത് മനുഷ്യർ പെരുമാറിയത് അങ്ങനെയാണ്. ഓരോ സാമ്രാജ്യങ്ങളും ഓരോ സ്ഥലത്തും കീഴടക്കിയത് അങ്ങനെയാണ്. ഇപ്പോൾ കൊളോണിയലിസത്തിൻ്റെ കാലഘട്ടത്തിൽ യൂറോപ്യൻ കൺട്രീസ് ഓരോ സ്ഥലത്ത് പോയിട്ട് അവർ സ്ഥലങ്ങൾ പിടിച്ചടക്കുന്ന സമയത്ത് അവരെ മാസ്റ്റേഴ്സും ആയിട്ടാണ് അവർ ആക്ട് ചെയ്തത്. ഇതിൻ്റെ എല്ലാം ഉടയവർ ഞങ്ങളാണ്, ഇതിനുള്ള ഒരു പവർ, അധികാരം ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നാണ് അവർ വ്യാഖ്യാനിച്ചത്. ഈ പ്രപഞ്ചത്തിന് മുകളിലുള്ള എല്ലാ അധികാരവും ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരുടെയും മേലെ, ഞങ്ങളല്ലാത്ത മറ്റു മനുഷ്യരുടെ മേലുള്ള അധികാരവും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നാണ് അവർ ചിന്തിച്ചത്. അങ്ങനെ ഒരു യജമാനത്വ ഭാവത്തോടു കൂടി ഈ പ്രകൃതിയോടും അല്ലെങ്കിൽ ഈ പ്രകൃതിയിലുള്ള മനുഷ്യരോടും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യർ ദുരാഗ്രഹത്തോടു കൂടി, അത്യാഗ്രഹത്തോടു കൂടി പെരുമാറുകയും മനുഷ്യൻ്റെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് നേരെ ഇതിൻ്റെ ബദലായിട്ടുള്ള ഒരു പുതിയ വ്യവസ്ഥിതിയാണ്. അവിടെ മനുഷ്യൻ്റെ ആധിപത്യമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആധിപത്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന അനുഭവം. അതാണ് നമുക്ക് യെരൂശലേം, പുതിയ യെരൂശലേം എന്നതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം അവർക്ക് കൂടാരമായിരിക്കും, ദൈവം അവരോട് കൂടെ ഇരിക്കും. പലവിധമായിട്ടുള്ള ഈ ലോകത്തിലെ പ്രപഞ്ചത്തിലെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു വന്ന, വേദനിക്കുന്ന, കണ്ണുനീര് ഒഴുക്കുന്ന ആളുകളുടെ കണ്ണിൽ നിന്നും ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ദൈവം അവർക്ക് കൂടാരമായിരിക്കും എന്ന് പറയുന്ന ഒരു പുതിയ അനുഭവത്തെക്കുറിച്ച്, യാതൊരു ദുഷ്ടതയുമില്ലാത്ത, യാതൊരു തിന്മയുമില്ലാത്ത ദൈവത്തിൻ്റെ സമാധാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുതിയ അനുഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇതാണ് വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ആശയം എന്ന് പറയുന്നത്. പുതിയ സമൂഹത്തിൻ്റെ, പുതിയ ലോകക്രമത്തിൻ്റെ, പുതിയ പ്രപഞ്ചത്തിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഈ ഒരു ആശയങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. ഈ പുതിയ ആകാശം, പുതിയ ഭൂമിയും എന്ന് പറയുന്ന ആശയം, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ഒരാശയം, പുതിയ യെരൂശലേം എന്ന് പറയുന്ന ആ ആശയം, ദൈവത്തിൻ്റെ ദുഷ്ടത നിറഞ്ഞ, സമാധാനം ഇല്ലാത്ത ആ ഒരു അനുഭവത്തിൽ നിന്നും ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും നീതിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമുള്ള ഒരു സമൂഹത്തിലേക്ക്, ഒരു കൂട്ടായ്മയിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് പ്രപഞ്ചം വീണ്ടും വീണ്ടും ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഇന്ന് മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ടെക്നോളജി ഇന്ന് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ടെക്നോളജിയാണ് ഇന്ന് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നമുക്കെല്ലാവർക്കും അറിയാം, നിർമ്മിത ബുദ്ധി, ഇതാണെന്ന് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ മനുഷ്യന് പോലും നിയന്ത്രണം വിട്ടു പോകുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ച ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ലോകത്തിൽ, ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയും മനുഷ്യൻ്റെ അത്യാഗ്രഹവും മാത്രമായിരുന്നു പ്രപഞ്ചത്തിന് സഹിക്കേണ്ടി വന്നിരുന്നത്. എന്നാൽ ഇന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യനെ പോലെ തന്നെ ബുദ്ധിയും മനുഷ്യനെ പോലെ തന്നെ പഠിക്കാനും മനുഷ്യനെ പോലെ തന്നെ മനസ്സിലാക്കുവാനും ഒക്കെ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോബോട്ട്സ്
ഇന്ന് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അവന് അതിനെ പഠിക്കാനായിട്ട് സാധിക്കും, അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോലും ഇന്നത്തെ റോബോട്ട്സിന് സാധിക്കും. അത്രയും ഇന്ന് നമ്മുടെ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മനുഷ്യനുള്ള ഇമോഷൻസ് ഇതിനില്ല എന്നുള്ളതാണ് പ്രശ്നം. മനുഷ്യന് ചിന്തിക്കാനും മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനും മനസ്സലിയാനും സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെയുള്ള ഒരുപാട് ഇമോഷൻസ് മനുഷ്യനുണ്ട്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഈ ഇമോഷൻ ഇല്ല എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ടെക്നോളജി കൂടുതലായിട്ട് വളരുന്നതോട് കൂടിയിട്ട് എന്താണ് ഇനി ആസന്ന ഭാവിയിൽ ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യം തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നത്, ഈ പ്രകൃതിയെ കരുതുന്നത് പ്രകൃതിയോട് വലിയ സ്നേഹമുള്ളത് കൊണ്ടല്ല, മറിച്ച് ഈ പ്രകൃതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള, ഈ പ്രകൃതിയിൽ നിന്നും വന്നിട്ടുള്ള, ഈ മണ്ണിൽ നിന്നും വന്നവനായിട്ടുള്ള ഈ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ കരുതുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നത്. അതുകൊണ്ട് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ഈ പ്രകൃതിയെ സ്നേഹിക്കുവാനും കരുതുവാനും നമുക്ക് സാധിക്കണം. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ദൗത്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ പ്രകൃതി നമ്മുടെ ഭവനമാണ് എന്നുള്ള ഒരു വലിയ ബോധ്യത്തോടു കൂടി നമ്മുടെ ഭവനത്തെ ശുശ്രൂഷിക്കുന്ന പോലെ ഈ പ്രകൃതിയെ കരുതുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധ്യമായി തീരട്ടെ. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാട്ടെ. ആമേൻ. ഈ സമയത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ യുവജനങ്ങൾ ഏരിയ 1 ഡയറക്ഷനിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ ക്വിസ് കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം നേടുകയുണ്ടായി. അവർക്കുള്ള ട്രോഫി ഈ സമയത്ത് നൽകുന്നതായിരിക്കും. അതിനുവേണ്ടി അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി യുവ സഖ്യാംഗങ്ങൾ മുന്നോട്ട് കടന്നു വരണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 333-ാം ഗീതത്തിൻ്റെ 1ഉം 2ഉം 7-ാമത്തെയും ചരണങ്ങൾ പാടാം. 333-ാം ഗീതത്തിൻ്റെ 1ഉം 2ഉം 7-ാമത്തെയും ചരണങ്ങൾ. എൻ ആദിത്യ സുരക്ഷക, എൻ കൂടെ നീ ഇരിക്കുക.
പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ജീവിക്കണമേ, നിന്റെ രാജ്യം വരണമേ. ഈ രക്ഷസ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരത്തെ തരണമേ. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരിഷ്കരിക്കാതെ ദുഷ്ടനെ രാജ്യം ശക്തി മഹത്വം നീക്കുന്നതിനുള്ളതല്ലോ. ഒടുവിലായ വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ.